إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أيها المؤمنون عباد الله، اتقوا الله حق التقوى. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ഇലാഹുകുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ ആരാധ്യൻ ഇലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എങ്ങനെയുള്ളവനാണവൻ? അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരും തന്നെയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹുവൽ ഹൈ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരും തന്നെയില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അതുകൊണ്ട് ദീൻ ഏറെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക, തേട്ടങ്ങൾ നിങ്ങൾ അവനിലേക്ക് ഉയർത്തുക. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല, ഒരു പ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടില്ല ഈ കലിമത്തിന്റെ ദഅവത്തുമായി കൊണ്ടല്ലാതെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് മുന്നേ ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അവരിലേക്ക് എല്ലാവരിലേക്കും നാം വഹി ചെയ്തിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരും തന്നെയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നനി അനല്ലാഹ്, ഓ മൂസ, ഞാനാകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരും തന്നെയില്ല. ഫഅ്ബുദൂൻ, അതിനാൽ നിങ്ങൾ എനിക്ക് മാത്രമായി കൊണ്ട് ആരാധനകൾ നിർവഹിക്കുക. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന്റെ ജീവിതം ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്യമാണിത്. കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ല, ഒരു മുഅ്മിനിന്റെ ജീവിതം ഈ വാക്യത്തിൽ ഊന്നിക്കൊണ്ടല്ലാതെ അവന്റെ ഒരു നിമിഷത്തെ പോലും അവന് മുന്നോട്ട് ചലിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം ഈ വാക്യത്തിലാണ്. അവന്റെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് ഈ വാക്യം ഉച്ചരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് തുടങ്ങിയത്. താരിഖ് ഇബ്നു അബ്ദുല്ലാഹ് അൽ-മുഹാരിബി റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖദ് റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യമറു ഫീ സൂഖി ദിൽ മജാസ് വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചുവന്ന വസ്ത്രം ധരിച്ച് ദുൽ മജാസ് എന്ന ചന്തയുടെ വരാന്തകളിലൂടെ അദ്ദേഹം നടക്കുകയാണ്. വഹുവ യഖൂൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയുക, ആരാധനകൾക്ക് അർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുമില്ല എന്ന് നിങ്ങൾ പറയുക. തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ദുനിയാവിൽ അവൻ വിടവാങ്ങുന്ന സമയത്ത് അവന്റെ അവസാനത്തെ വാക്യം ഇതായിരിക്കാനാണ് ഓരോ മുഅ്മിനും ആശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ അവസാനത്തെ കലാമാണോ, അവസാനത്തെ വാക്യമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായത്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ മിനൽ ഇബാദി നിഅമ അഅ്ളമ മിൻ അൻ അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയിച്ചു കൊടുത്തു എന്നതിനേക്കാൾ വലിയ ഒരു നന്മയും ഒരു അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്കും ചെയ്തു നൽകിയിട്ടില്ല. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാക്കി എന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് മരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞില്ലേ, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മകനെ, ഞാൻ നിന്നെ കൽപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. فإن السماوات السبع والأرضين السبع لو وضعت في كفة ووضعت لا إله إلا الله في كفة. ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും തുലാസിന്റെ ഒരു തളികയിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തുലാസിന്റെ മറ്റൊരു തളികയിൽ വെക്കുകയും ചെയ്താൽ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഈ ഭൂമികളെയും ആകാശങ്ങളെയും കവച്ചു വെക്കുന്നതാണ്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ ശ്രേഷ്ഠതകൾ അനേകമാണ്. അനേകായിരം പവിത്രതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറയുമ്പോൾ, എന്ന് നാം ഉച്ചരിക്കുമ്പോൾ എന്താണ് അതിലൂടെ നാം ഉദ്ദേശിക്കേണ്ടത് എന്ന് നാം അറിയേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഉലമാക്കൾ പറഞ്ഞു തന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് രണ്ട് സ്തംഭങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട് തൂണുകൾക്ക് മുകളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉയർത്തപ്പെട്ടത്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉൾക്കൊള്ളുന്ന നഫിയാണ്, നിരാകരണമാണ്, നിരസിക്കലാണ്. ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല. ജനങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും യാഥാർത്ഥ്യത്തിൽ ആരാധിക്കപ്പെടേണ്ടവയല്ല എന്നത് ഉൾക്കൊള്ളുന്ന നഫിയാണ്, നിരാകരണമാണ്. എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. രണ്ടാമത്തെ ഇസ്ബാത്താണ്, ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ എന്തെല്ലാം ആരാധ്യ വസ്തുക്കളുണ്ടോ അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. ആരാധനകൾ നൽകേണ്ടത് അതിനർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ രണ്ട് സ്തംഭങ്ങൾക്ക് മുകളിൽ മാത്രം നിൽക്കുമ്പോഴേ നമ്മുടെ ഈ കലിമത്ത് യഥാർത്ഥത്തിൽ കലിമത്തായി വരുന്നുള്ളൂ. തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വക്താക്കളായി നാം മാറുന്നത് ഈ രണ്ട് സ്തംഭങ്ങൾക്ക് മുകളിൽ ആയിരിക്കുമ്പോഴാണ്. ഈ രണ്ട് സ്തംഭങ്ങളിൽ ഒന്നില്ലാതെ പോയാൽ നമ്മുടെ തൗഹീദിനും നമ്മുടെ ഷഹാദത്തിന്റെ വാക്യത്തിന് പിന്നെ വിലയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പ്രകാരമാണ്, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ കുഫ്ർ ചെയ്തത്, നിരസിച്ചത്, അവിശ്വസിച്ചത്, വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിച്ച പോരാ, വയക്ഫുർ ബിത്താഗൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വ വസ്തുക്കളെയും അവൻ നിരസിക്കണം, അതിനെല്ലാം അവൻ അവിശ്വസിക്കണം. എങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖാ ലം ഫിസാമ ലഹാ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത കരുത്തുറ്റ പാർശ്വത്തിലാകുന്നു, കയറിലാകുന്നു അവൻ പിടിച്ചിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മ തഅബുദൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോടും തന്റെ ജനതയോടും പറഞ്ഞ സന്ദർഭം, ഇന്നനി ബറാഉം മിമ്മ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ വിദൂരത്താണ്, അതിനോടെല്ലാം ഞാൻ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ. നഫി വന്നു, എല്ലാത്തിനെയും നിരസിച്ചു. ഇസ്ബാത്ത് വന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായി കൊണ്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അവർ തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും
നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളിൽ തൊട്ടും നിങ്ങളിൽ നിന്നും നാം ബന്ധവിച്ഛേദനം നടത്തിയിരിക്കുന്നു. കഫർനാ ബിക്കും, നിങ്ങളിൽ നാം അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായി കൊണ്ട് വിശ്വസിക്കുന്നത് വരെ, അവന് മാത്രമായി കൊണ്ട് ഇബാദത്തുകൾ നിങ്ങൾ ചെയ്യുന്നത് വരെ നമുക്കും നിങ്ങൾക്കുമിടയിൽ വെറുപ്പും വിദ്വേഷവും പ്രകടമായിരിക്കുന്നു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഇതിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, പോരാ അതിൽ നിർത്തിയിട്ടില്ല, വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിരാകരിച്ചത്, അതിൽ അവിശ്വസിച്ചത്, ഹറമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹി തആല, അവന്റെ സമ്പത്തും അവന്റെ രക്തവും നിഷിദ്ധമായിരിക്കുന്നു. വഹിസാബുഹു അലല്ലാഹി തആല, അവന്റെ വിചാരണയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദ് ശരിയാകുന്നത് നാം ഷഹാദത്ത് നാവ് കൊണ്ട് ഉച്ചരിച്ചാലും ഷഹാദത്തിന്റെ വക്താക്കളായി നാം മാറുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് നാം വിശ്വസിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഏകനാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനായി കൊണ്ട് ജീവിക്കുവാനും അതുപോലെ മരിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, മുസ്ലിമിന്റെ വിശ്വാസത്തെ നാനാഭാഗത്ത് നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഉലൂഹിയത്തിന്റെ ഭാഗത്തിലൂടെ, റുബൂബിയ്യത്തിന്റെ ഭാഗത്തിലൂടെ, അസ്മാഉ സിഫാത്തിന്റെ ഭാഗത്തിലൂടെ, സ്വതന്ത്ര ചിന്ത എന്ന് വിളിക്കപ്പെടുന്ന വികടവാദങ്ങളുടെ ഭാഗത്തിലൂടെ മുസ്ലിമിന്റെ വിശ്വാസത്തെ നാനാഭാഗത്തിലൂടെയും ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് സമുദായത്തിൽ, സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന നീചമായ വിശ്വാസമാണ് നമ്മുടേതും ശരിയാണ് അവരുടേതും ശരിയാണെന്ന വിശ്വാസം. മുസ്ലിമീങ്ങളുടെ ദൈവം അല്ലാഹു ആണോ, മറ്റ് ഇതര മതസ്ഥർക്ക് അവരുടെ ദൈവമുണ്ട്, അവർക്ക് അതായിരിക്കാം ശരി. ഇത് ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ള മതസ്ഥരെ കുറിച്ചല്ല. മുസ്ലിം നാമധാരികൾ, മുസ്ലിം പേര് വെച്ച് നടക്കുന്ന ആളുകളുടെ വിശ്വാസം പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കുക. അവരുടെ വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഉള്ളതുപോലെ, നസറാനികൾക്ക് ഈസയുള്ളതുപോലെ അലൈഹിസ്സലാം, മറ്റുള്ള മതസ്ഥർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ദൈവം, അവർക്ക് അവരുടെ ദൈവം. എല്ലാ നദികളും ഒരൊറ്റ സമുദ്രത്തിലേക്കാണ് എത്തിച്ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും ഒരൊറ്റ ദൈവത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന നീചമായ വാദം, ഇത് വാദമായി പേറിക്കൊണ്ട് നടക്കുന്നവർ മാത്രമല്ല, അതിലേക്ക് ക്ഷണിക്കുന്ന വാചാലമടിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യമാണിത്. ഉലമാക്കൾ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തന്നപ്പോൾ അവർ പറഞ്ഞില്ലേ, മല്ലം യുകഫിരിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ കുഫാറുകളായി പരിഗണിക്കാത്തവർ, അവർ കാഫിരീങ്ങളാണ്, അവർ സത്യനിഷേധികളാണ്, അവർ നരകത്തിന്റെ വക്താക്കളാണ് എന്ന് വിശ്വസിക്കാത്തവർ, ഔ ശക്ക ഫീ കുഫ്രിയും, അല്ലെങ്കിൽ അവരുടെ കുഫ്രിൽ ഇവന് സംശയമാണ്, അവർ കുഫ്രിൽ തന്നെയാണോ, അവർ നരകത്തിലേക്ക് തന്നെയാണോ പോവുക, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവർ നിലകൊള്ളുന്ന മാർഗം അതിനെ ശരിവെക്കുന്നവൻ, കഫറ ഇജ്മാഅ, അവൻ കാഫിറാണ്. മുസ്ലിം ലോകത്തിലെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ഏക അഭിപ്രായമാണുള്ളത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ അവർ ഇജ്മാഇലായത്? കാരണം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയാണ് അവൻ എതിരായി കൊണ്ട് നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയാണ് അവൻ എതിരായി കൊണ്ട് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഏക മതം അത് ഇസ്ലാം മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനം, ആരാണോ ഇസ്ലാം അല്ലാത്തതിനെ ദീനായി മതമായി കൊണ്ടു നടക്കുന്നത്, ഫലൻ യുഖ്ബല മിൻ, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ലാ യഹൂദിയ്യുൻ വലാ നസ്റാനി,
ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളും തന്നെ എന്നെ കുറിച്ച് കേൾക്കുന്നില്ല, യഹൂദിയാകട്ടെ നസ്രാണിയാകട്ടെ, വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി, ഞാൻ എന്തും കൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ റിസാലത്തിൽ, എന്നിട്ട് അവൻ വിശ്വസിക്കുന്നില്ല എന്നാണെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയാണ്. അവൻ ചെന്നെത്താനുള്ളത് അവന്റെ അന്തിമ സങ്കേതം അത് നരകമാണ് എന്ന് മുസ്ലിമീങ്ങളെ നാം വിശ്വസിക്കേണ്ടതുണ്ട്. അതെ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഹാബാക്കൾ ഈ വക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്? എന്തിനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്കയുടെ പഴുത്തുപൊള്ളുന്ന മണലിൽ അഹദ് അഹദ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ ഈ വക പീഡനങ്ങൾ ക്രൂശിക്കപ്പെടേണ്ടി വന്നത്? എന്തിനാണ് യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർ ഈ വക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയേണ്ടി വന്നു, സബ്റൻ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, ഇന്ന മൗഇദകും ജന്ന, നിങ്ങളുടെ സങ്കേതം സ്വർഗമാണ്. എന്തിനാണ് ഈ കാണുന്ന സഹാബാക്കൾ ഇത്രയേറെ പീഡനങ്ങളും ഇത്രയേറെ യാതനകളും സഹിക്കേണ്ടി വന്നത്? അഹദ് അഹദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖ്, അതെ അല്ലാഹുവാണ് ന്യായമായിട്ടുള്ളവൻ, ന്യായമായി ഹഖായി ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാതിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമെ അവർ വിളിച്ചു തേടുന്നവർ, അവർ ആരാധിക്കുന്നവർ ബാതിൽ, അത് നിരർത്ഥകമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, അവനാകുന്നു നിങ്ങളുടെ ന്യായമായ റബ്ബ്, റബ്ബ് സുബ്ഹാനഹു വ തആല. ഫമാദ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ, ഹഖിന് ശേഷം ന്യായമായതിനു ശേഷം ളലാലല്ലാതെ വഴികേടല്ലാതെ മറ്റെന്താണുള്ളത്? ഫഅന്നാ തുസ്റഫൂൻ, പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? സഹോദരങ്ങളെ, മുസ്ലിമിന്റെ വിശ്വാസം ഇതാണ്, ന്യായമായിട്ട് ആരാധിക്കപ്പെടേണ്ടവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ മുസ്ലിം ഉമ്മത്തിന്റെ അകത്തായാലും പുറത്തായാലും അതെല്ലാം ബാത്തിലാണ്, അതൊന്നും ശരിയായ ആരാധകരല്ല എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദിൽ നിലകൊള്ളുവാനും അതിലായി കൊണ്ട് മരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാനത്തിൽ വരെ ഈ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ മുറുകെ എന്നതിൽ അടിയുറച്ച് നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞ നമ്മുടെ കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ സ്വർഗ്ഗത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.